ഈ രാത്രി 9 മണി സമയത്തും KST വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹികൾ KSRTC ചീഫ് ഓഫീസിനു മുന്നിൽ വായ്മൂടിക്കെട്ടി സത്യാഗ്രഹമിരിക്കുകയാണ്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ ചെയ്യുന്നത് പോലെ ഇന്ന് KST വർക്കേഴ്സ് യൂണിയൻ്റെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ശിവകുമാറിനെ അകാരണമായി കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇതിന് മന്ത്രിയെ പ്രകോപിപ്പിച്ച കാര്യം KST വർക്കേഴ്സ് യൂണിയൻ്റെ മുഖപത്രമായിട്ടുള്ള ട്രാൻസ്പോർട്ട് വീക്ഷണത്തിൽ ശ്രീ ശിവകുമാർ ഒരു ലേഖനം എഴുതി. ഇന്നത്തെ KSRTCയുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. KST വർക്കേഴ്സ് യൂണിയൻ്റെ സംഘടനാപരമായ നിലപാടും KSRTCയിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് യൂണിയനുള്ള അഭിപ്രായവുമാണ് ശിവകുമാറിലൂടെ ആ വീക്ഷണത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ശിവകുമാർ മാത്രമല്ല, കഴിഞ്ഞ എല്ലാ ലക്കങ്ങളും പരിശോധിച്ചാൽ വർക്കേഴ്സ് യൂണിയൻ്റെ നിരവധി ഭാരവാഹികൾ KSRTCയെക്കുറിച്ച് ധാരാളമായി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയും ലേഖനങ്ങൾ എഴുതുക തന്നെ ചെയ്യും. പക്ഷേ ഇതുവരയ്ക്കും ഒരു ഭരണാധികാരികളും ചെയ്യാത്ത വിധത്തിൽ പ്രകോപിതനായിട്ടുള്ള മന്ത്രി ഗണേഷ് കുമാർ CMDയെ ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ശിവകുമാറിനെ സ്ഥലം മാറ്റണമെന്ന് അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഞങ്ങളിതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമരം പൊടുന്നനെ ഉണ്ടായ ഒരു സമരമാണ്. ഞങ്ങൾ വാസ്തവത്തിൽ ഒരു സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല സംസ്ഥാന ഭാരവാഹികൾ, തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികൾ, പുറത്തുള്ള ആരുമില്ല, ഇവിടെ വന്ന് CMDയെ കണ്ട് സംസാരിച്ചു. പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം സ്ഥലം മാറ്റുന്നതിനാണ്. ഈ സ്ഥലം മാറ്റ ഉത്തരവ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മന്ത്രിയുടെ ധിക്കാരവും ധാർഷ്ട്യവും ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ വിലപ്പോവില്ല. അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളിതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഞങ്ങളെ മനഃപൂർവ്വമായി സമരത്തിലേക്ക് തള്ളിവിടാനാണ് സർക്കാരും മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവായി ഈ ഉത്തരവ് പിൻവലിക്കുക. പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ സമരം ശിവകുമാർ എന്നുള്ളൊരു വ്യക്തിക്ക് നേരെ നടത്തിയ സമരമല്ല. ഈ സമരം ശിവകുമാർ എന്ന വ്യക്തിക്കെതിരെ എടുത്ത ഒരു നടപടിയായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇത് സംഘടനയ്ക്കെതിരായിട്ടെടുത്ത നടപടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വേച്ഛാധിപത്യപരമായിട്ടൊരു നടപടിയായിട്ടാണ് നമ്മൾ കാണുന്നത്.